ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് നമ്മുടെ കഴിഞ്ഞ ലൈവിനെ കുറിച്ച് പറയണം. കഴിഞ്ഞ ലൈവിൽ മാസ്മരികമായിട്ടാണ് നമ്മൾ പെർഫോമൻസ് നമ്മളല്ല കണ്ടോണ്ടിയറും മോശമല്ല, ഇങ്ങനെ കട്ടക്ക് കൂടായിരുന്നു. നമ്മള് പ്രതീക്ഷയില്ല, അന്തം വിട്ടു. നമ്മളാണെങ്കിൽ ലൈവ് പോണോ വേണ്ടെന്ന് ഇങ്ങനെ വിനുചേട്ടനൊക്കെ ലൈവ് എന്ന് പറഞ്ഞപ്പോ ലൈവ് ഇങ്ങനെ ഒരു ചടപ്പൻ മട്ടായിരുന്നു. ഇങ്ങനെ പോണോ പൊറോട്ടെങ്കിലും അടിച്ചാലോ എന്നൊക്കെ ചോദിച്ചതാണ്. അല്ല, ആദ്യം നമ്മളൊരു വേറൊരു വീഡിയോ എടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, ഉദ്ദേശിച്ച ആൾക്കാരും പിന്നെ വന്നില്ല. പിന്നെ ചേട്ടനാണെങ്കിൽ പകുതി ആയപ്പോ വന്നിട്ട് അങ്ങ് പോയി കളഞ്ഞ്, ഞാൻ പോണേന്ന് പറഞ്ഞ് അങ്ങ് പോയി. അല്ലേ, മോശമായി പോയത്, വളരെ മോശം. പിന്നെ നമ്മള് ബീഫ് വാങ്ങിക്കാൻ പോയി, അപ്പൊ ബീഫ് കിട്ടിയില്ല. എന്തായാലും നന്നായി. നന്നായി. അതിനെന്തോ പഴഞ്ചൊല്ലു പറയുമല്ലോ, എന്തോ പറയും, ഉർവശി ശാപം ഉപകാരമായി. എന്തായാലും നമുക്കൊരു AC വാങ്ങാനുള്ള കാശ് ഏകദേശം അതിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളെ പുതിയ സ്റ്റുഡിയോയില് ആ പൈസ വെച്ചിട്ട് ഒരു AC വെക്കുന്നതായിരിക്കും. അതെ. അപ്പോ സൂപ്പർ ചാറ്റ് ഇട്ട എല്ലാവർക്കും നമ്മൾ വീണ്ടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനിയും തുടർന്നും ചിലപ്പോൾ ലൈവ് സ്ട്രീമുകൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോ ആഴ്ചയിലൊരിക്കൽ, ചിലപ്പോ 2 ആഴ്ചയിലൊരിക്കൽ, ചിലപ്പോ വരുന്നതായിരിക്കും. അപ്പൊ നമ്മള് ലൈവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ലൈവും സെയിം ടൈമില് വേറൊരു ലൈവും സംഭവ വികാസങ്ങളായിട്ടുള്ള വേറെ ലൈവ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് 1000 പേര് ഇവിടെ വാച്ചിങ് ആയിരുന്നു. അത് ട്വിസ്റ്റ് തന്നെ, നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ലൈവ് സ്ട്രീമേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട നോനം കേട്ടോ. ഇല്ലടാ, വൈബാണെങ്കിലേ എന്നുവെച്ചാൽ നമ്മള് ഇത് അവര് പറയുന്നതും നമ്മുടെ ഇതും ഒക്കെ ജെല്ലായി പോയി നമുക്കൊരു എൻജോയ്മെന്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻസ് നല്ലതായിരുന്നു, ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ആ വൈബ് കുറച്ചുകൂടെ ഒന്ന് ക്ലിക്ക് ആയത്. അതെ. അപ്പം മറ്റേ ലൈവ് ഏതായിരുന്നു? ലൈവ് തൊപ്പിയുടെ ലൈവ് ഇപ്പം വാർത്തയിലൊക്കെ ഉണ്ട്, റിപ്പോർട്ടർ ടിവിയിൽ വരെ. ഈ തൊപ്പിയുടെ ലൈവ് വരാനും ഒരു കാരണം, നമ്മുടെ മമ്മു എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ ഉള്ള ഒരു മമ്മു എന്ന് പറയുന്ന ഒരു വ്യക്തി, പയ്യൻ. അപ്പൊ പുള്ളി ഒരു വെറൈറ്റി മീഡിയയിൽ പോയി ഇത് കൊടുത്തു, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തു. അതെ. ആ ഇന്റർവ്യൂവിലാണ് സംഭവങ്ങൾ നടന്നത്. ആ ഇന്റർവ്യൂവിൽ വളരെ ഒരു മോശം പരാമർശം മമ്മു നടത്തി. അത് നല്ല രീതിയിൽ ആ ആങ്കറും ഭയങ്കര രീതിയിൽ അത് പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ പുള്ളി കുറച്ചും കൂടെ തോണ്ടി ചോദിച്ചു. എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമായിട്ടല്ല ചോദിച്ചത്, അതൊരു മോശം പറഞ്ഞിട്ടല്ല, അതായത് ഇൻട്രസ്റ്റിംഗ് ആയോടാണ് ചോദിച്ചത്. അപ്പൊ എന്താ ചെയ്യും? അത് ക്യൂരിയോസിറ്റി ആണല്ലോ. അങ്ങനെ ഒരു പുള്ളിക്കാരിക്ക് ആ പ്രൊഫഷനിലേക്ക് ഇറങ്ങണമെന്നുള്ള രീതിയിൽ അതെ അറിയാനൊരു ക്യൂരിയോസിറ്റി, എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സാധനം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞ് പണ്ട് ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്, വീടിന്റെ ജനലിന്റെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ടെന്ന ഒരു കമന്റ് എന്തോ പറഞ്ഞ്. അപ്പൊ ഈ ആങ്കർ ഇങ്ങനെ അതിനെ എങ്ങനെയാണ് ഓട് പൊളിച്ചാണോ കണ്ടത്, അങ്ങനെ എന്തോ ഇങ്ങനെ അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ചോദിക്കുന്ന ഫണ്ണാക്കാൻ നോക്കി അതിനെ. അതെ, അതാണ് ഫണ്ണാക്കാൻ നോക്കി എയറിലായി പോയി. പുള്ളിക്കാരി മാപ്പ് പറഞ്ഞു. ഒരു കൈരളി ടിവിയുടെ എന്തോ ഇതില് ഞാൻ കണ്ടു, ന്യൂസിലെന്തോ, അതില് മാപ്പ് പറയും. എന്നിട്ട് പറയും ഭയങ്കര ഞാൻ പറഞ്ഞത് ഭയങ്കര മോശമായി, അക്സെപ്റ്റ് ചെയ്യാനുണ്ട്, ഞാൻ അങ്ങനെ ഇന്റൻഷനലി ചെയ്തതല്ല, അങ്ങനെ പ്രൈവസിയെ ഞാൻ മാനിക്കാത്തൊന്നും അല്ല, ബട്ട് ആ സമയത്ത് എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. മേ ബി അവര് ചിലപ്പോ ഇവരുടെ ഇതായിരിക്കും അവിടെ എന്താ പറയണ അപ്പോഴായിരിക്കും കാണുന്നത്, അറിഞ്ഞൂടാ. ക്വസ്റ്റ്യൻസ് ചോദിച്ച നേരത്തെ കണക്കൂട്ടി ചോദിച്ച കാര്യം എവനാണ് ആ സാധനം ഇട്ടത്, ഇങ്ങനെ ഒരു സാധനം. കാര്യം അവർക്ക് നേരത്തെ അറിയില്ലല്ലോ ഒളിഞ്ഞു നോക്കാൻ പോകുന്നൊന്നും അറിഞ്ഞില്ല. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം ഇവര് പിന്നെ അതിൽ കൂടുതൽ ആ സാധനത്തിൽ നിന്ന് കൂടുതൽ മിൽക്ക് ചെയ്യാനാണ് നോക്കിയത്. അല്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂഷ്വലി ആൾക്കാർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും, അതായത് വ്യൂസ് കൂടുതൽ കിട്ടും. ഈ കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര വ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ ഒരു സാധനം ചോദിച്ചു ക്ലിക്ക് ബൈറ്റ് കിട്ടും. അങ്ങനെ ഒരു തംബ്നെയിലും അങ്ങനെ ഒരു ടൈറ്റിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഓടുമെന്നറിയാം. ഈ ഓൺലൈൻ മീഡിയാസ് വർക്ക് ചെയ്യണ തന്നെ അങ്ങനെയാണ്.
നീ എന്തോ ഓൺലൈൻ മീഡിയ അവിടെ ഓൺലൈൻ മീഡിയ ഉള്ളതല്ല. ഞാൻ വിചാരിച്ചു അവിടെ ആരും ഉണ്ടെന്ന് ഓൺലൈൻ മീഡിയയുടെ അവര് ക്ലിക്ക് ചെയ്യണത് ഒരു ക്ലിക്ക് ബൈറ്റി തംബ്നെയിൽ. അത് അവര് എന്ത് അതൊന്നും ആലോചിക്കില്ല. എന്തെങ്കിലും ഒരു സാധനം ഇടും, നല്ലൊരു ടെസ്റ്റ് ഇങ്ങനെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതും, എന്നിട്ട് ഒരു നല്ലൊരു അതെ അതെ. അത് നമ്മുടെ പഴയ ഇന്റർവ്യൂക്കും നമ്മളൊരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂല് നമ്മൾ അങ്ങനെ ഒരു പരാമർശങ്ങളോ അധികം ഒന്നും പറഞ്ഞിട്ടോ ഒന്നും ചോദിച്ചിട്ടോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും അവര് അതാണ് ഹൈലൈറ്റ് ചെയ്ത് അവരതാണ് എടുത്തത്. കാരണം അവർക്ക് അറിയാം ഇത് ഇട്ടാലാണ് ആൾക്കാര് ആ ഇംപ്രഷൻ വരുമ്പോ ക്ലിക്ക് ചെയ്യുന്ന സാധനം അതാണെന്ന് അവർക്കറിയാം. അപ്പോഴേ അവര് ഇതിട്ടു. അത് മാക്സിമം മസാല ചേർത്ത് ഇടും, അതാണ് പ്രശ്നം. അല്ലടാ ഇതിലെ മമ്മൂന് സത്യം പറഞ്ഞ വലിയ പ്രായമില്ലല്ലോ, 19 വയസ്സെന്തല്ലേ ഉള്ളൂ അവന്. അവൻ 17 വയസ്സിലും 16-17 വയസ്സിലും ചെയ്തെന്നാണ് പറയണം. ചിലപ്പോ ഇത് ഫ്യൂച്ചറിലൊക്കെ റിഗ്രറ്റ് ചെയ്യൂലേ ഈ സാധനം. അപ്പൊ ഇപ്പം ഈ സാധനം എനിക്ക് എന്റെ ഒരു ഇതില് തോന്നിയത് പറഞ്ഞാൽ ഇപ്പൊ മമ്മു എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ തൊപ്പിയുടെ ലൈവിലൊക്കെ ഈ പണ്ട് തൊപ്പി കാണിച്ചത് പോലത്തെ സാധനങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഹൈലൈറ്റ് ആവാനാണ്. പണ്ടത്തെ തൊപ്പി കാണിച്ച ആ ഒരു സാധനം കാണിച്ച് തൊപ്പി സെക്കൻഡ് പാർട്ട് പണ്ട് തൊപ്പി ജൂനിയർ ജൂനിയർ സോറി അതെനിക്ക് കിട്ടിയില്ല. അല്ല, പണ്ട് തൊപ്പിയിലെ ഇന്റർവ്യൂ ഉണ്ടിട്ടില്ലേ, പണ്ട് പാർവതിയായിട്ട് മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഇന്റർവ്യൂവില് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിൽ മറ്റേ ഇങ്ങനെ ഒരു പുള്ളി മറ്റെന്തോ നൂഡിൽസ് ഒക്കെ അത് തന്നെ ഒരു വേറെന്തോ ഒരു മണ്ടനെ പോലെ അങ്ങനത്തെ രീതിയിൽ ആ ഒരു ക്യാരക്ടർ പിടിച്ചാണ് ചെയ്തത്. അപ്പോഴേ ആൾക്കാര് അത് കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കളിയാക്കാൻ വേണ്ടി കാണും. നമുക്കൊരു ഇതുണ്ടല്ലോ, ഇവ എന്താണ് ചെയ്യുന്നത്, നൂഡിൽസ് ഒക്കെ അതൊക്കെ അതായത് കളിയാക്കാൻ വേണ്ടി കാണുന്നല്ല തോന്നുന്നു. ഇത് നോർമൽ അല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. പൊതുവേ ഒരു സൊസൈറ്റിയിൽ നോർമൽ അല്ലാത്ത സാധനങ്ങൾ ആൾക്കാർ തന്നെടാ. ആദ്യം ഒരു ഇപ്പൊ തൊപ്പി ചെയ്തത് കറക്റ്റ് അല്ലെന്നല്ല, തൊപ്പിക്ക് അറിയാം ഇങ്ങനെ ഒരു വ്യൂവേഴ്സ് കിട്ടാൻ ഇതാണ് നല്ലത്, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ നല്ലതാണ്. ആ സ്പീഡിന്റെ ഒക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കോപ്പി ചെയ്ത് ഇതൊക്കെ ചെയ്ത ആൾക്കാര് കാണും എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് മറ്റേ സെറ്റപ്പ് നാണം കെട്ടും പണം നേടുകിൽ നാണക്കേട പണം മാറ്റി ആ സെറ്റപ്പ് അല്ലേ, പൈസക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്യണത്. ആണ് ഇത് സംഭവം ഒരു അബ്സേർഡ് ഹ്യൂമർ പോലത്തെ ഒരു സംഭവമാണ് ഇതൊക്കെ. ഇപ്പൊ പിന്നെ അമേരിക്കയിലൊരാണ് എറിക് ആൻഡ്രേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൊമേഡിയനാണ്. അപ്പൊ ഇയാൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഭയങ്കര വൾഗാരിറ്റി പബ്ലിക്കിലേക്ക് കാണിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഹ്യൂമർ ഒക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അത് എത്രത്തോളം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കും അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഈ മമ്മു കാണിച്ചത് എനിക്ക് തോന്നുന്ന ഈ പുള്ളിക്ക് എനിക്ക് തോന്നുന്ന കൃത്യമായിട്ടൊരു എന്താണ് ഹ്യൂമർ, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട അതൊന്നും കൃത്യമായിട്ട് അറിയില്ല. അവൻ നോക്കുമ്പോ ഈ തൊപ്പി ഇങ്ങനെ കാണിച്ചാണ് ഹൈലൈറ്റ് ആയതും ഈ കുറച്ചുകൂടെ ന്യൂസിലൊക്കെ വന്നതും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ പോപ്പുലാരിറ്റി. ബ്രെയിൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, ആൾക്കാർ കയറും. അങ്ങനെ ഹ്യൂമർ കാണിക്കാം, പക്ഷെ അത് കറക്റ്റ് ഇതിലെ കാണിച്ചാലേ നമുക്ക് ആൾക്കാർക്കും അത് എൻജോയബിൾ ആവും. പിന്നെ ഇത് വൾഗാരിറ്റി ആയി. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തെവിടെ പറയണമെന്നുള്ളത് കുറച്ചും കൂടി നമ്മുടെ സർക്കിളിനെയും കൂടി അപേക്ഷിച്ചിരിക്കും നമ്മൾ മാറണത്. എനിക്ക് പുള്ളിയുടെ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്തും പറയാം, അവര് ഇതിൽ എന്തും പറഞ്ഞാലും കുഴപ്പമില്ല, അതെല്ലാം വ്യൂസ് കിട്ടും, നോക്കുമ്പോൾ വ്യൂസ് കിട്ടും. അപ്പൊ പുള്ളി വിചാരിക്കണം മേ ബി ഇതൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ അങ്ങ് പറയണം. ഇതൊരു തെറ്റാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഈ പ്രായത്തിൽ 17-19 വയസ്സിൽ നമ്മൾ എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് കുറച്ചും കൂടി പ്രായം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല നമ്മൾ തന്നെ വിചാരിക്കൂലേ. എനിക്ക് തോന്നുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു ആളുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് ഇതൊന്നും മാസല്ല എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുള്ളി എനിക്ക് തോന്നുന്നു മറ്റേ ഈ റീൽസും ഈ ഫാൻ റീൽസുകൾ കുറെ ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുമാതിരി നമ്മളീ പറഞ്ഞതൊക്കെ കോമഡി ആയിരുന്നോ എന്നുള്ള സാധനമൊക്കെ വരും. കാട്ട ചളി അടിച്ചാലും അതിനൊരു മാസൊക്കെ ടീമൊക്കെ ചുറ്റു അങ്ങനെ ടീമൊക്കെ കയറ്റിടുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ കൊമേഡിയൻ ആയിരുന്നു. ഞാൻ ചില്ലറക്കാരനല്ല. അല്ല ഇത് പുള്ളി എന്തായാലും റിയലൈസ് കാണൂല ഇതൊരു പ്രശ്നമാണെന്ന്. എനിക്ക് ഇപ്പോഴും റിയലൈസ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി എനിക്ക് തോന്നണ ഇപ്പോഴും വെച്ചിരിക്കുന്നത് എന്തോ ഇത് നേരത്തെ ഈ സംഭവം ചെയ്തില്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനമില്ലേ, അത് അബദ്ധമാണ് എന്നുള്ളത് പുള്ളി റിയലൈസ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും ചിലപ്പോ അങ്ങനെ പറ്റിപ്പോയി എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ
അതിന് ഇപ്പം അത് കുഴപ്പമാണെന്ന് വിചാരിച്ചു കാണൂല. കാരണം ഞാൻ ഇത്തിരി കൂടെ കുറച്ചും കൂടെ ആൾക്കാർ അറിഞ്ഞു, കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റി കിട്ടി, ചർച്ചാ വിഷയമായി. അങ്ങനെ ആയിരിക്കും അവര് ഒരു കണ്ടന്റ്, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അത്രയും ഡെക്കോറോ ഒക്കെ കീപ്പ് ചെയ്യണ ഒരു സാധനമായിരിക്കണം ഒരു ലൈവ് സ്ട്രീമോ. അല്ല ഇപ്പൊ ഈ ലൈവ് സ്ട്രീമിൽ തന്നെ പുള്ളി മറ്റേ മമ്മു ഒന്ന് കരയുന്ന സാധനമാണല്ലോ കണ്ടു. അതെ, അപ്പൊ കരയുന്നതിലും തന്നെ പുള്ളിക്ക് വിഷമം എന്ന് പറയുന്നത് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിലാണ്, കിക്ക് ഔട്ട് ചെയ്യുന്നതിലാണ് വിഷമം. അല്ല ഇത് പറഞ്ഞതിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇത് ചെയ്തതിലോ മാപ്പ് അങ്ങനത്തെ സാധനമല്ല. അപ്പൊ പുള്ളിക്ക് എപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല എന്താണ്. പക്ഷെ ഈവൻ ആ റീലും ഒരു സെറ്റ് ചെയ്ത പോലെ തോന്നണില്ലേ ആ ലൈവില് ആ സംഭവം. കാര്യം അതിന്റെ ചില നോക്കുമ്പോ കുറെ പേര് ചിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു സീരിയസ് സീനാണെങ്കിൽ അങ്ങനെ ആരും ചിരിക്കൂല. ചിലപ്പോ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റഡ് എൻഡിങ് നേരത്തെ അറിയായിരിക്കും, ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ലൈവ് സ്ട്രീമിൽ വരുമ്പോ ഒരു ഇങ്ങനെ എഴുതി കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും, അതേപോലെ അങ്ങ് ആക്ട് ചെയ്യുക. അല്ലാതെ ഇതെല്ലാം നമ്മുടെ സ്ക്രിപ്റ്റ് പോലെ ആയിരിക്കൂല. ഇങ്ങനെ ഇവനെ കിക്ക് ഔട്ട് ചെയ്യണം, അങ്ങനെ ആയിരിക്കും. മമ്മു കരയുന്നു, ഫുൾ സ്റ്റോപ്പ് കരയിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നു, അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അല്ലാതെ അങ്ങനെ ആയിരിക്കാം. അല്ല അത് മിൽക്ക് ചെയ്യാൻ ചെയ്തോലെ അല്ലേ ആ ഒരു സാധനം, ആ ലൈവും. ആ ഒരു ലൈവ് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഏതൊക്കെ ഈ MRC എന്ന് പറയുന്നത് ഈ തൊപ്പിയുടെ സാധനമല്ല, അത് വേറെ ഏതോ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഇതൊക്കെ MRC എന്തോ ഈ പബ്ജിയിൽ ഇതിലൊക്കെ ഒരു ഗ്രൂപ്പ് ക്ലാനും ഗ്രൂപ്പൊക്കെയാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഇതൊക്കെ കാണുമായിരിക്കും. അപ്പം വലിയ പ്രശ്നങ്ങളിൽ പോവാതെ ഇതങ്ങ് ഒതുക്കാന്നുള്ള രീതിക്ക് ഒരു ലൈവ് ഇട്ടതായിരിക്കും. പക്ഷേ 1 മില്യൺ അടിക്കുമെന്ന് വിചാരിച്ചാണ് പുള്ളി. 2 മില്യൺ അടിക്കാറ്, അത് അടിക്കുമെന്ന് വിചാരിച്ചാണ്. അടെ അതുപോലെ ആ ഫസ്റ്റ് ഇന്റർവ്യൂ ഇല്ലേ, അതില് സത്യം പറഞ്ഞ ആ ചാനലുകാർക്കല്ലേ കുറച്ചും കൂടി പങ്കുള്ളത്. കാര്യം അവർക്ക് ഈ ഒരു സാധനം അവർക്ക് കാണുമ്പോ അറിയാം, എഡിറ്ററിന് മനസ്സിലാവും ഇത്. നിനക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലല്ല, ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഈവൻ പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതേപോലെ ഏറി പോകാൻ ചാൻസ് ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കട്ട് ചെയ്യാറില്ല. അല്ല ഇവൻ ഒട്ടും മനസ്സിലാക്കാൻ സാധ്യതയില്ല. കാര്യം പണ്ട് ഒരു ചാണകം ചവിട്ടി അതല്ലേ ഞാൻ പറഞ്ഞത്. എടാ അതോ മനഃപൂർവ്വം ഇട്ടാണ് നിനക്ക്, അതവന് മനസ്സിലായി. അത് മനഃപൂർവ്വം അല്ല, അത് മനഃപൂർവ്വം അല്ലെന്ന് വിചാരിച്ചിരിക്കടാ. അത് ചില സമയത്ത് നമുക്കത് കണക്ട് ആവില്ല. വെറൈറ്റി മീഡിയക്ക് പോട്ട് നമ്മളെ കാര്യം, ഉല്ലാസിന്റെ കാര്യം അന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർത്ത് എങ്ങനെയെങ്കിലും അപ്പ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോ ക്ലിക്ക് ആവൂല അല്ലേ? എത്ര മാടമ്പിത്തന അവന്റെ മാടമ്പിത്തന അവൻ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെയും കട്ട് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. നമ്മളെന്ത് കട്ടിയായിരിക്കണം, അതേ ഉള്ളൂ. അതെ, നല്ല മഹാത്മാജനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതെ, അവൻ പണ്ട് ഗസ്റ്റ് വരുമ്പോഴേ ഗസ്റ്റ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും, എന്നിട്ട് അവര് അപ്പൊ നമ്മൾ പറയും ഇത് ഇടണമെന്ന് ചിലപ്പോ അപ്പൊ തന്നെ നമ്മൾ ചോദിക്കും. പക്ഷെ നമുക്കറിയാം ചിലപ്പോ ഇത് ഇട്ട് കഴിഞ്ഞാൽ അവർക്കും കൂടി അത് മോശമായിരിക്കും. ചിലപ്പോ അവർ അറിയാതെ വായിന്നൊരു ടൈം സ്ലിപ്പിൽ വരണായിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പൊ അവിടെ ഇരുന്ന് കുറച്ച് ഇങ്ങനെ സംസാരിച്ച് വന്ന് ഈ യൂട്യൂബിന്റെ കാര്യങ്ങളും കമന്റ്സും ഒക്കെ ഇങ്ങനെ നോക്കി നമുക്ക് തന്നെ അറിയാം ഇതൊക്കെ ഏറിപ്പോവും. ഓഡിയൻസിന്റെ എങ്ങനെ ചിന്തിക്കുന്നുള്ള ചെറിയ ഊഹം കാണും. അത് ഉല്ലാസിന് പതുക്കെ കിട്ടി, ആ ടൈമില് കിട്ടി. അതുകൊണ്ടും കൂടെയാണ് ഒരുപാട് ഗസ്റ്റുകൾ ചിലപ്പം പോയേനെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നാലുവേ നമ്മൾ ഐഡന്റിഫൈ ചെയ്താലും നമ്മളത് കട്ട് ചെയ്യണല്ലേ. കാര്യം അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അത് ഓക്കെ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണ എല്ലാം കട്ട് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യായിരുന്നു. ഇപ്പം വേറെ ഇപ്പം ഇതുപോലത്തെ ചാനലുകളാണെങ്കിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യും അവരുടെ മൈലേജിന് വേണ്ടി. കാര്യം അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കയറി പോവും. അത് കാണാനെങ്കിലും ആൾക്കാർ വരും. പക്ഷെ അതൊരു ചോയ്സ് ആണ്, അത് ഇടണോ വേണ്ടെന്നുള്ളത്. അത് ഈ മീഡിയ ഇല്ലേ, ഓൺലൈൻ മീഡിയ മറ്റേ കോർപ്പറേറ്റ് പോലെയാണ്. അവർക്ക് സാധനം എന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം. ആ മറ്റേ മാനേജർ അതിന്റെ ക്രിയേറ്റീവ് ഹെഡിന് ഇത് എത്രയും വ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ ടാർഗറ്റ് ഒക്കെ കാണും. ഇപ്പൊ നമ്മുടെ അന്ന് ഇന്റർവ്യൂല് വന്നവരാണെങ്കിൽ പോലെ ഒരു ദിവസം ഒരു 4 ഇന്റർവ്യൂ ഒക്കെയാണ് എടുക്കുന്നത്. എനിക്ക് തോന്നല്ല അവരെ തലയിൽ എന്തൊക്കെയാണ് ചോദിച്ചത് എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിഞ്ഞൂടെ. പക്ഷേ അങ്ങനെയാണെങ്കിലേ നമ്മളെ പോലെ ഒരു ക്യാമറാമാൻ മാത്രമല്ല അവർക്കുള്ളത്. അവർക്ക് 4-5 പേര് കാണുന്നുണ്ട്. ആരെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലാവും ഇത് മോശമായിട്ടുള്ള സാധനമാണെന്നുള്ളത് മനസ്സിലാവും. അവനൊരു പ്രശ്നമാവും, ആങ്കറിന് ഒരു പ്രശ്നമാവും എന്നുള്ളത്
അവർക്ക് അറിയാം. പക്ഷെ ഇതൊരു ബലിയാട് പോലെ കുഴപ്പമില്ല, നമുക്ക് മൈലേജ് കിട്ടും എന്നുള്ള രീതിയിലാണ് അവര് ചിന്തിക്കണം. കാര്യം മറ്റേത് ചിലപ്പോൾ ഒരു എംപ്ലോയി ആയിരിക്കും, മറ്റേ പുള്ളിക്കാരി. അപ്പൊ ചിലപ്പോ അവർക്കൊരു സേ കാണൂല, ഇതാണ് അവർക്ക് എന്തായാലും മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർ കുത്തി ഇങ്ങനെ ചോദിക്കൂല, ചിരിച്ചോണ്ടിരിക്കാൻ ചോദിക്കൂല. അവിടെ ഉള്ളവർക്ക് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി, എഡിറ്ററിന് അത് അറിയായിരിക്കും. പക്ഷെ അത് ഇതെല്ലാം ട്രെൻഡും കാര്യങ്ങളും യൂട്യൂബൊക്കെ നോക്കണവർക്കായിരിക്കും പെട്ടെന്ന് ആണ്. പക്ഷെ എനിക്ക് ആ പുള്ളിക്കാരിയുടെ ഇതിൽ എനിക്ക് ആ ഒരു ഭയങ്കര അറിഞ്ഞൂടാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് നേരത്തെ മുൻകൂട്ടി ചോദിച്ചൊരു ചോദ്യമല്ല, അത് കിട്ടിയതാണ്. ആ ഒരു ഡിസ്കഷനിൽ വന്ന ഒരു ടോപ്പിക്, അവനായിട്ട് ഇട്ട ടോപ്പിക്. അത് പിന്നെ ഇപ്പം അതൊരു സ്ത്രീയും കൂടെയാണ്. അപ്പൊ ആ സ്ത്രീകള് തന്നെ സ്ത്രീകളെ അങ്ങ് ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് വേറൊരു രീതിയിൽ പോകും. അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയ കാര്യം. അവർക്ക് കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിക്കായിരുന്നു, ശ്രദ്ധിക്കായിരുന്നു. ഇത് അവന്റെ മിസ്റ്റേക്കും ഉണ്ട്. അവനൊരു ഇങ്ങനെ എന്തെങ്കിലും കാണിച്ച് ഫെയിം ആവുക എന്നുള്ള രീതിയിൽ സംസാരിക്കുക, പിന്നെ അങ്ങനെ അവർക്ക് വേണ്ടിട്ട് ഒരു ഇന്റർവ്യൂ ഓപ്ഷൻ കൊടുക്കുക, അത് മിസ്റ്റേക്കാണ്. പിന്നെ അതിന്റെ പുറകിലിരിക്കുന്നവർക്കും മിസ്റ്റേക്കാണ്. പക്ഷെ അവരെ മാത്രം പറയാൻ പറ്റില്ല, ഇത് എല്ലാവർക്കും മിസ്റ്റേക്ക് ഉണ്ട്. അവൻ പറഞ്ഞത് മിസ്റ്റേക്ക് ആണ്, അത് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്ത ആങ്കറിന്റെ ഇതിൽ പ്രശ്നമുണ്ട്. പിന്നെ ഇത് കണ്ടിട്ടും ഇത് ഇപ്പൊ ഇത്രയും ആൾക്കാർ കാണുന്നതാണ്, അവർക്കൊരു ക്വാളിറ്റി ചെക്ക് വേണം. ഇത് പിള്ളേർ കാണണേണോ അല്ലെങ്കിൽ ആൾക്കാർ കാണണേന്നുള്ളത്, അല്ലെ ഫാമിലി ഓഡിയൻസ് ആയി കാണണേല്ലേ. അപ്പൊ അത് അവർക്കൊരു കാര്യം യൂട്യൂബിൽ സെൻസർഷിപ്പ് ഇല്ല. അപ്പൊ അവരത് കുറച്ചും കൂടി ഒന്ന് നോക്കണം, എന്താണ് പറയണെന്നുള്ളത്. ഈ ആൾക്കാരെ ഈ കൊച്ചു പിള്ളേരൊക്കെ ചിലപ്പോൾ കാണും. ഇപ്പൊ എവന് പക്വത ഇല്ലാത്തവരെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ കുറെ കാണും. അപ്പൊ അവരും വിചാരിക്കും ഇതൊക്കെ ഓക്കെ ആണെന്ന്, ഒരു നോർമലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഈ തൊപ്പിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി വേണം, പക്ഷെ ഇല്ല. അല്ല ഇതില് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പുള്ളിയാണ് ഇപ്പം മമ്മു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വീഡിയോയിലൊക്കെ പ്രസന്റ് ചെയ്തതൊക്കെ പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ ഒരു ഗാങ് എന്നുള്ള രീതിക്കാണ് ഈ മമ്മു ഫേമസ് ആകുന്നത്. അപ്പൊ മമ്മു ചെയ്യുന്ന കാര്യങ്ങളിൽ തൊപ്പിക്കും ബാധകമാവും. പിന്നെ ഇത് ഉത്തരം പറയേണ്ടി വരും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം തിങ്ക് ചെയ്യണ ഒരാൾക്കാരാണ് അങ്ങനെ. അല്ല, എന്റർടൈനേഴ്സ് ആണ്, അതിന് വ്യൂസ് ഉണ്ട്, അതവര് ചെയ്യുന്നു. പക്ഷെ പുള്ളി ഇതും കൂടെ ആലോചിക്കണം. ഇപ്പൊ കൈവിട്ട് പോകാനുള്ള സാധ്യത ആണ് ഈ സാധനങ്ങള്. അല്ലെങ്കിൽ സോളോ ആയിട്ട് ഇന്റർവ്യൂക്ക് വിടാതിരിക്കുക, അങ്ങനെ ചെയ്താലും മതിയായിരുന്നു. അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിയുമ്പോ ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മളെക്കാട്ടിയും കൂടുതൽ എന്തായാലും അവൻ അറിയാന്നുള്ള തൊപ്പിക്കായിരിക്കും. അപ്പൊ തൊപ്പിക്ക് അവന്റെ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് റോങ്ങും എവിടെയൊക്കെയാണ് റൈറ്റ് എന്നുള്ളതൊക്കെ തൊപ്പിക്ക് അറിയാം. യൂട്യൂബിന്റെ ഇതും കാര്യങ്ങളും ഇതെങ്ങനെ ഇതാവും തൊപ്പിക്കൊരു മൈൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരന് നെഗറ്റീവ് ആവും, അങ്ങനെയൊക്കെ തൊപ്പിക്ക് അറിയായിരിക്കും. അപ്പോഴ് അതിന് റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ തന്നെ ഇത് ഈ വെറൈറ്റി മീഡിയ ഇട്ടത് അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരുടെ ടൈറ്റിലും തംബ്നെയില് ടൈറ്റില് അങ്ങനെ ഇത് മാത്രമല്ല, വേറെയും കുറെ ചോദ്യങ്ങളൊക്കെ, വേറെയും കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും തംബ്നെയിലും ടൈറ്റിലും ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമാണ് ആദ്യത്തെ സംഭവം അല്ലല്ലോ ഇങ്ങനത്തെ മിൽക്ക് ചെയ്യാൻ. പിന്നെ നമ്മളും റെസ്പോൺസിബിൾ ആണ്, പബ്ലിക്കും റെസ്പോൺസിബിൾ ആണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാണും. അവര് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടാലാണ് കൂടുതൽ വ്യൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് അവര് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആണ്. പക്ഷെ അതിപ്പോ അത് പിന്നെ ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കാണാതിരുന്നു കഴിഞ്ഞാൽ അവരിത് കുറയ്ക്കും, സീരിയസ്ലി കുറയ്ക്കും. ഇല്ലേ, കാണാതിരിക്കാനൊന്നും പറ്റൂല. അതിപ്പോ ഇങ്ങനെ ഒരു സാധനം വന്നു ഇങ്ങനെ പറയൂ എന്നുള്ളതാക്കാനെങ്കിലും ആൾക്കാർ ഈ ഒരു ഇൻസിഡന്റ് അല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് വ്യൂവർഷിപ്പ് കൂടും. ഒരു നോർമൽ ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടെന്ന് വെച്ചോ, ഇപ്പം സഞ്ചാരത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനത്തിനെക്കാളും കിടിലായിട്ട് വ്യൂസ് കിട്ടുന്ന ഇതിനായിരിക്കും. അപ്പം അത് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റിന്റെയും കൂടി ഇതാണ്. പക്ഷെ ഒരു യൂട്യൂബില് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നമ്മളിപ്പോ സംസാരിക്കണല്ലേ, നമ്മളിപ്പോ സംസാരിക്കണത് നല്ല ആയിട്ട് ഹാർഷ് ആയിട്ട് മമ്മൂനെയും MRCയും ഇത് മറ്റേ നല്ല രീതിയിൽ ഒരു ന്യൂട്രൽ അടിക്കാതെ നല്ല രീതിയിൽ തേച്ചൊട്ടിക്കുകയാണെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്യുകയാണ്. ഇത് നല്ല വ്യൂ ആയിരിക്കും, ഉറപ്പായിട്ട് നല്ല വ്യൂ ആയിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു സീക്രട്ട് ഏജന്റ് ഒക്കെ അങ്ങനെയാണ്, ഇപ്പം കുറച്ചും കൂടെ ഹാർഷ് ആയിട്ടാണ് സംസാരിക്കണേന്ന് തോന്നുന്നു ചില ഇതിലൊക്കെ അല്ലേ. ഇപ്പം നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വ്യൂസ് കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി അങ്ങ് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിച്ചാൽ മതി. പക്ഷേ ഇപ്പൊ നമ്മുടെ ന്യായം എന്നുള്ള സാധനം നോക്കുമ്പോൾ
നമുക്കൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ അങ്ങനെ സാധനം ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. അതാണ് ഇത് പറയാൻ. അതുപോലെ മറ്റേ വേറെ റീൽ ഉണ്ടായിരുന്നല്ലോ, ശാന്തി കൃഷ്ണയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതും അപ്പൊ അവര് പറയും ഇത് എനിക്ക് ഞാൻ കണ്ടില്ല എന്ന് ഇങ്ങനെ പറയും. അത് മറ്റേ ഇതിൽ എഴുതിയിട്ട് ചോദിക്കുന്നത് അത് അവരുടെ പ്രശ്നമാണ്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ആങ്കറിന്റെ അല്ല, ആങ്കറിന്റെ പ്രശ്നമുണ്ട്, വായിച്ചോക്കുള്ളതായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവരുടെയും പ്രശ്നമാണ്. പക്ഷെ ബട്ട് സ്റ്റിൽ ഇത് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് അത് ക്വസ്റ്റ്യൻ ചോദിക്കണം വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പേഴ്സണൽ ഇൻസിഡന്റ് ആണ് ചോദിക്കുന്നത്. അവരുടെ മകന്റെ എന്തോ ഒരു പ്രശ്നം ചോദിക്കും, മരിച്ചുപോയ കാര്യം. അപ്പം അത് അറിയാം, ഒരാൾ ഡൗൺ ആവാൻ പറ്റുന്ന ഒരു നമ്മൾ 2% ഇതാണ് സാധനമാണ്. അത് എഴുതി കൊടുത്തിട്ട് പുള്ളിക്കാരി ഇത് വായിക്കുമ്പോഴും പുള്ളിക്കാരി വേറെ എന്തോ ഒരു ഫൺ ചോദ്യം ചോദിക്കണ ഒരു മോഹഭാവമാണ്. ഇതൊരു ഭയങ്കര ഒരു ട്രാജഡി ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കണ പോലെയല്ല, നല്ല ചിരിച്ചുകൊണ്ട് പ്ലസന്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു അത് അപ്പ എഴുതി കൊടുത്ത് അപ്പ തന്നെ ഓ ഇതൊരു ഫൺ ചോദ്യമല്ലേ, അതുപോലും ചോദിക്കാതെ ചിലപ്പം അങ്ങനെ ചോദിച്ചതും ആവാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുക്ക് ആദ്യം ഒന്ന് വായിച്ചിട്ടല്ലേ നോക്കുള്ളൂ, അപ്പൊ നമുക്ക് മനസ്സിലാവൂല ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നമാണെന്ന്. അങ്ങനെ വായിച്ചു കാണൂല. പക്ഷെ ഹോസ്റ്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതുപോലും റെസ്പോൺസിബിൾ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ചോദിക്കണ പോലും എന്താണ് ചോദിക്കണത് അത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ ചോദിക്കും പോലെയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ചിരിച്ചോണ്ടും ഭയങ്കര ഫൺ രീതിയിൽ മോഹഭാവം വെച്ച് എങ്ങനെ ചോദിക്കാൻ പറ്റും? അല്ലടാ ഈ ക്വസ്റ്റ്യൻ അത് തന്നെ. ഇപ്പം സത്യം പറഞ്ഞാൽ ഹോസ്റ്റ് ആണ് അത് പ്രസന്റ് ചെയ്യണ ആൾക്കാർ കാണുമ്പോൾ എന്താണ് ഹോസ്റ്റ് ആണ് ചോദിക്കണം. അപ്പൊ അവര് സത്യം പറഞ്ഞാൽ അത് ഒന്ന് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഈവൻ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ള അവർക്ക് അറിയണം. നമ്മൾ അന്ന് എടുക്കാൻ വന്നപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു ദിവസം 4 ഇന്റർവ്യൂ ഒക്കെ, അപ്പം എത്രത്തോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഇതൊരു വർക്ക്, ഒരു മാസം സാലറി ആ ഒരു വർക്ക് പോലെയാണ്. അപ്പോഴവര് ദിവസം തോറും 3-4 എണ്ണം അവർക്ക് മാക്സിമം ഒരു ദിവസം മാക്സിമം ഇന്റർവ്യൂ എടുത്ത് തീർക്കണം, എടുത്ത് വെക്കണം. അങ്ങനെയാണ് അവരെ ഒരു ഇതിന്റെ പ്രൈമറി മോട്ടോ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് നിറയ്ക്കുക, അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് ഡെയിലി എത്ര മാക്സിമം എടുക്കാൻ പറ്റും അത്ര എടുക്കുക. അതിനിടയിൽ റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ പറ്റി പഠിക്കാനോ ഉള്ള ഒരു സമയം കിട്ടാത്തതാണോ അതോ ചെയ്യാത്തതാണോ എന്നറിയത്തില്ല. നമ്മുടെ ഇന്റർവ്യൂവിലാണെങ്കിലും എനിക്ക് അനാവശ്യ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അനാവശ്യം നമ്മളുമായിട്ട് റിലേറ്റ് ആവാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച പോലെ തോന്നി. അതുകൊണ്ട് പിന്നെ നമ്മള് എന്താണ് ചെയ്തതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല. നമുക്കും തോന്നില്ല. അത് കൂടുതല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കണ്ടിട്ടില്ല, ഒരുപാടൊന്നും കണ്ടിട്ടില്ല. നമ്മള് ഇന്റർലെസ് പോഡ്കാസ്റ്റിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ധാരണ കുറവുണ്ടായിരുന്നു. പുള്ളിയുടെ തെറ്റല്ല, പക്ഷെ ആ ഒരു അവിടെ ഉള്ളതിൽ ഏറ്റവും നമുക്ക് നല്ലൊരു ഇന്റർവ്യൂ ആണ്. പുള്ളിക്കാരൻ നല്ലൊരു ആങ്കർ നമുക്ക് കിട്ടിയതിന്റെ ഒരു നല്ലൊരു പുള്ളിയുടെ മിസ്റ്റേക്ക് എന്നല്ലേ, ഈ വർക്ക് പ്രഷർ അല്ല, വർക്ക് എന്ന് പറയുന്നത് കൂടുതലാണ് അവർക്ക്. ഒരു ദിവസം ചിലപ്പോൾ 3-4 പേരായിരിക്കും ചെയ്യണത്, അപ്പം ഇതിനുള്ള സമയം പോലും കിട്ടൂല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഡാമേജ് വന്നാലും ഹോസ്റ്റിനായിരിക്കും ഡാമേജ് ഏറ്റവും കൂടുതൽ. അത് അവര് സാലറിഡ് ആയിരിക്കും, ചിലപ്പോൾ വേണമെങ്കിൽ അവരെ പറഞ്ഞുവിടുകയും ചെയ്യും. ഇത് പൈസ ഉണ്ടാക്കുന്നതൊക്കെ വേറെ, അവരുടെ പേര് പോലും അറിഞ്ഞുകൂടല്ലോ ഇത് ആരാണ് നടത്തണേന്ന് അറിയാമോ ഈ ചാനലിൽ. ഒരു സിനിമ പോലെ തന്നെ ഇപ്പം പ്രശ്നം ഉണ്ടായ മെയിൻ അവർക്കാണ് ഡാമേജ് വരുന്നത്. അപ്പൊ അവരങ്ങ് എടുത്തോളും, ബാക്കി കാശ് മറ്റേ കൊട്ട് ചെണ്ടയ്ക്കും തുട്ട്. എല്ലാരും ഇൻഡിപെൻഡന്റ് ആയല്ലോ, കുറെ ആങ്കേഴ്സ്. ഇപ്പൊ വീണ തന്നെ ഇൻഡിപെൻഡന്റ് ആയി, എല്ലാരും ഇൻഡിപെൻഡന്റ് ആയി. അതൊക്കെ ഈ ഒരു കോർപ്പറേറ്റ് കൾച്ചർ അതുകൊണ്ടായിരിക്കാം. അതിലാകുമ്പോൾ അവർ കുറച്ചും കൂടി അതോറിറ്റിയും കാണും, അവർക്ക് ഏത് ക്വസ്റ്റ്യൻ അവർക്ക് ഡിസൈഡ് ചെയ്യാം. മറ്റേ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും, ഇന്നിവിടെ ഇത് ഇവരെ ചെയ്യുന്നുള്ളതായിരിക്കും. കഴിഞ്ഞാൽ അവരെ കയ്യിലല്ല, എഡിറ്റ് ചെയ്യുന്നവരും അപ്ലോഡ് ചെയ്യുന്ന. നമ്മളിപ്പോ ഒരു ആങ്കർ ആണെങ്കിൽ ഒരു എഴുതാനോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ തയ്യാറാക്കണോ അതൊരു വേറൊരു വിങ് ആയിരിക്കും. ഇന്ന് 4 ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ വിങ് ആയിരിക്കും എല്ലാം റിസർച്ച് ചെയ്യണതും എല്ലാം ഇത് ചെയ്യണത്. എന്നിട്ട് ആ ആങ്കറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇത് ചോദിക്കണം, അത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കുമായിരിക്കും. അത് പറയുമായിരിക്കും. ചിലപ്പോൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞാലേ, അതായത് ഇപ്പം ഇന്റർവ്യൂവിന് 1 മണിക്കൂർ മുന്നേ ക്വസ്റ്റ്യൻ കൊടുത്തെന്ന് വെച്ചോ, അവർ ഒരു തവണ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂലേ? സാമാന്യ ബോധമുള്ള ആൾക്കാണെങ്കിൽ മനസ്സിലാവും. പക്ഷെ ഒരു 4 ഇന്റർവ്യൂ ഒരു ദിവസം എടുത്ത ആൾക്ക് ഒരു എക്സോസ്റ്റഡ് ആവൂലേ? ആവോടാ. ബട്ട് സ്റ്റിൽ 1 മണിക്കൂർ മുന്നേ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ? ഇത് അതൊരു കോമൺ സെൻസ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പം ഞാൻ പറയണത് ഈ നമ്മൾ റിസർച്ച് ഇതൊന്നും ചെയ്യാതിരുന്നാലേ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു മര്യാദയുടെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ പോയി നിന്ന് സംസാരിക്കുമ്പോൾ അത് അവരുടെ ടൈമും മുതലാക്കി ഇത് ഒക്കെ ചെയ്ത് അവരും ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും വന്ന് ഇരിക്കുന്നത്.
അപ്പൊ അവരെടുത്ത് അതൊന്നും ചോദിക്കാതെ ഇങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ വ്യൂസ് കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു വരുമ്പോൾ അതൊരു മോശമാണ്. ഇല്ല, നമ്മൾ ചെയ്തോണ്ടിരുന്നപ്പോഴേ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മള് നോക്കുമായിരുന്നു അല്ലേ, കുറച്ചൊക്കെ നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ സ്റ്റിൽ നമ്മൾ നോക്കുമായിരുന്നു എല്ലാം. ഒന്ന് ഒരു ഓവറോൾ എന്താണ്, ആളെങ്ങനെയാണ്, എന്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ നോക്കി വയ്ക്കുമായിരുന്നു. നമുക്ക് സമയം ഉണ്ടായിരുന്നു. വേറൊരു കാര്യം സമയത്തിന്റെ അല്ലടാ, നമ്മളിപ്പം ഒരു ഗസ്റ്റിനെ വിളിക്കണമെങ്കിൽ ഇതേപോലെ അല്ലല്ലോ വിളിക്കണം. നമ്മളിപ്പം 4 പേര് കൂടി പുള്ളിക്കാരനെ വിളിച്ചാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ച് നമുക്കൊരു ധാരണ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ ഒന്ന് ട്രൈ ചെയ്യുമ്പോഴേ അവര് പറഞ്ഞല്ലേ, അപ്പോഴും നമുക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഇവര് വന്നാൽ നന്നായിരിക്കും എന്നുള്ളതൊക്കെ നമ്മള് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ഇതും ചിലപ്പോ അവരുടെ കയ്യിലായിരിക്കൂല, ചിലപ്പോ അവർക്ക് ഒരു താല്പര്യമുള്ളൊരു ഗസ്റ്റ് പോലും ആയിരിക്കൂല. വിളിച്ചിട്ട് ഇന്ന് നിന്റെ ഇന്റർവ്യൂ ഇതാണ് ചെയ്തോന്ന് പറഞ്ഞിട്ട് കൊടുക്കണേ ആയിരിക്കാം. ഒരു ജസ്റ്റ് ഒരു തൊഴിലാളി, ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സെറ്റപ്പ് ഒട്ടും അതിലൊരു ഫ്രീഡം കാണൂല അവരെടുക്കുന്ന സാധനത്തിൽ. നമ്മൾ ഈ മമ്മുവിന്റെ ഇൻസിഡന്റിനെ പറ്റി പറയുമ്പോഴല്ലേ, ഇവരുടെ ഈ ഇന്റർവ്യൂല് ഈ പുള്ളി ഇങ്ങനത്തെ കോമഡി അടിക്കാനുള്ള സാഹചര്യം അത് എന്തുകൊണ്ടായിരിക്കും? അത് ആ കോമഡി പറയാൻ ഇതാണ് ഇതൊരു തമാശയാണ്, അത് നോർമൽ സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മളെ മലയാളികള് നമ്മൾ കണ്ടു വളർന്ന സിനിമകളും കുളിസീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി, ഒരു പശ്ചാത്തലമുള്ള സാധനങ്ങളാണ്. ഇപ്പോഴൊക്കെ അല്ലേ അത് ഭയങ്കര ഇതായ, ഇപ്പൊ ഇൻ ഹരിയർ നഗറിലൊക്കെ അതൊക്കെ ഭയങ്കര കോമഡി അല്ലേ. പിന്നെ എത്ര പേര് നീ കുളിസീൻ കാണാൻ പോയാ, അങ്ങനെ എന്തുമാത്രം കോമഡികൾ മലയാള പടങ്ങളിലും ഉണ്ട്. ഒരു ദിലീപിൻ നമ്മളൊരു പടം ഉണ്ടല്ലോ, മമതയൊക്കെ ഉള്ള, മമത കുളിക്കാൻ വേണ്ടി മൈ ബോസിലുണ്ട്, കുറെ റീൽസിലുണ്ട്. ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന റീൽസിൽ തന്നെ ചിലപ്പം ഇത് കോമഡി ആയിട്ട് കാണിക്കൂലേ. അതിങ്ങനെ ഇപ്പം അത് സിനിമയും കൂടെയാണ്. ഇത് റിയൽ ലൈഫിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല. അല്ല, അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റേ ഒരു ഹീറോയിക് ആയിട്ട് ഹീറോ അല്ലെ, ഒരു ക്രെഡിറ്റ് പോലെ പറയുന്നത്, ബൂസ്റ്റ് പോലെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഈ റീലിന് വേണ്ടിട്ട് പറഞ്ഞു. ചിലപ്പോ പുള്ളി അത് ചെയ്തിട്ടില്ലായിരിക്കും അല്ലേ, എനിക്ക് റീലിന് വേണ്ടി പറഞ്ഞു. അത് റീല് അതാണ് മാസത്തിന് വേണ്ടിട്ട് പറഞ്ഞ പോലെ. കാരണം പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പം ഇത് നമ്മള് പൊതുവില് റീലില് കാണുന്നത് നമ്മള് കുറെ മോശം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ചെയ്തിട്ടുണ്ട് വളരെ മോശമായിട്ട് ചെയ്തിട്ട്, അങ്ങനെ എന്ന് വെച്ചാ അത് ഭയങ്കര മാസമായിട്ട് ഞാനൊരു പോക്കരിയാണ്. ആ പോക്കരി മാസം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഞാനിതൊരു പെശക അങ്ങനെ ഒരു സാധനം. അതാണ് റീലിന് നല്ല മറ്റേ സ്ലോ മോഷൻ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും കാണും, നല്ല ലൈക്കും കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു വ്യൂസിന്റെ ആ ഒരു സംഭവം. പിന്നെ പുള്ളിക്ക് ആ പഴയ തൊപ്പി ഫേമസ് ആയതുപോലെ ഫേമസ് ആവണമെന്നുണ്ട്. അതിനാണ് ഇങ്ങനത്തെ കോമഡികൾ അല്ലെ ഇങ്ങനത്തെ രീതിയിൽ. എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി ലൈവ് നമുക്ക് കാണുമ്പോൾ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. തൊപ്പി കുഴപ്പമില്ല, ഈസ് ഓക്കെ. പക്ഷെ മമ്മൂൻ്റെത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യണത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് അല്ല, അതിൽ ഭൂരിഭാഗം പേർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരാള് കരഞ്ഞു മെഴുകിയിരിക്കുമ്പോഴും കിക്ക് ഔട്ട് എന്ന് പറഞ്ഞ് വരൂലല്ലോ, ഫുള്ള് കിക്ക് ചെയ്യണം വെക്കണം, അങ്ങനെ വരൂലല്ലോ. എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ലൈവിന്റെ സാധനം, ലൈവില് അത് കാണുമ്പോൾ തന്നെ അറിയാം, അത് ഫുൾ ഒരാൾക്ക് മൊത്തത്തിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക വെക്കൂ, പാടാണ്ടാ 2 മണിക്കൂർ കരയൂല. ഇത് ആ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ അവർക്കൊരു സാധനം കിട്ടി, MRC തൊപ്പിക്ക് ഒരു സാധനം കിട്ടി, അത് ലൈവ് ചെയ്ത് ആ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറി. പുള്ളി നല്ലൊരു മാസ്റ്റർ പെയിൻ ആണ് സ്റ്റോറിയുടെ കാര്യത്തില്. എല്ലാ മെമ്പേഴ്സിനും ബാക്ക് സ്റ്റോറി, എല്ലാ മെമ്പേഴ്സിനും ബാക്ക് സ്റ്റോറി. ഇതിന് മാത്രം ബാക്ക് സ്റ്റോറി എനിക്കറിയില്ല. ഇപ്പൊ 2 ലക്ഷം രൂപ സാലറി ഉണ്ടായിട്ട് സന്തോഷത്തിന് വേണ്ടി തൊപ്പിക്ക് ഇതേപോലെ നിനക്ക് നിന്നൂടെ? ഈ 2 ലക്ഷത്തിന്റെ സാറെ കണ്ണടി വെച്ച പുള്ളി CA, ആ പുള്ളി ഈ ഇന്റർവ്യൂവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എവന്റെ കൂടെ ഉണ്ടായിരുന്നു, ആ പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളിക്ക് മനസ്സിലായില്ല, ഈ ചോദ്യം ചോദിച്ചപ്പോ മനസ്സിലായില്ല. ഇതൊരു പക്വത കുറവിന്റെയും കൂടി ഇതല്ലേ.
ഇപ്പം ഒരാള് പണ്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പക്വത വരുമ്പോഴത്തേക്കും റിയലൈസ് ചെയ്യൂല ഇത് തെറ്റാണ്, ഇത് ഈവൻ പുറത്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് മോശമായി പോയെന്നല്ലേ പറയുള്ളൂ. ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് പോലെയാണ് പറയണം. അതും ഒരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മൾ പണ്ട് ചെയ്ത എന്തെങ്കിലും സാധനങ്ങൾ മോശമാണെങ്കിൽ നമുക്കിപ്പോ ആലോചിക്കുമ്പോ തന്നെ ഗിൽറ്റ് വരും, നാണക്കേട് വരും. പക്ഷെ അത് ആ സർക്കിളിന്റെയും കൂടെ ഇതുണ്ട്. നമ്മളിപ്പം പണ്ട് മറ്റേ ഇവിടെ പോയി ഇടിച്ചു അടിച്ചു എന്നൊക്കെ പറയുമ്പോ അതൊരു മാസ്, ആ ഒരു സർക്കിളിലാണെങ്കിൽ അതൊരു മാസാണ്. ഇപ്പൊ ഒരു ഗുണ്ട സർക്കിളിലാണെങ്കിൽ അതൊരു മാസാണ്. അതെ, അതില് ആ ഒരു സർക്കിളിന്റെ കൂടി ഇതാണ്. അവിടെ ഇതെല്ലാം എൻഡോഴ്സ് ചെയ്യും ആൾക്കാർ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമുക്കൊരു ഇപ്പം എക്സാമ്പിൾ ഉല്ലാസ് ഒരു ഇന്റർവ്യൂക്ക് പോയിട്ട് ഒരു നമുക്കൊരു ഇത് നോക്കിയാണ്. ഉല്ലാസ് ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ഇതേപോലെ ഇങ്ങനെ എപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ പറയും പോലെ അത് ഇന്റർവ്യൂവിൽ പറയും. ഈ വഷളത്തരമൊക്കെ ഇല്ലേ, നീ പറയണ വഷളത്തരമൊക്കെ ഇല്ലേ, അതൊക്കെ നീ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തിരിച്ചു കയറ്റോ, തിരിച്ചു കയറ്റോ. അല്ല, കേട്ടിട്ട് രാത്രി ലൈവ് പോകുന്നു. 2 മണിക്കൂർ കരയും. എടാ, അത് മാത്രമല്ല, അങ്ങനെ ഒരു സാധനം അവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവനെ എയറിൽ പോകാനുള്ള ഇത് വരുത്തൂല അവര്. ഇത് അവര് കുറച്ചുകൂടി മിൽക്ക് ചെയ്യണതാണ്. ആ ഒരു ഇതിൽ നിന്ന് ഇൻസിഡന്റ് ചെയ്ത് മിൽക്ക് ചെയ്യാനല്ലേ അവര് കുറച്ചുകൂടെ ലൈവ് ഇട്ടത്. അല്ലാതെ അവന് ഒരു സംഭവം ആണെങ്കിൽ നമ്മൾ കുറച്ചു ദിവസം അവനെ വെളുപ്പിച്ച് തരൂലേ. പക്ഷെ നിന്നെ വെളുക്കണില്ല, എത്ര തേച്ചിട്ട് നീ വെളുക്കുന്നില്ല. അതെന്ന് പറഞ്ഞ വാ തുറന്നാലേ ആജീവനാന്താലും ഊമയായിട്ട് ജീവിക്കണം. പോഡ്കാസ്റ്റ് ഞാൻ ഇപ്പൊ ഓഡിയൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്നതിന് അല്ല, നീ പറയുന്നത് പ്രശ്നമില്ല. എനിക്ക് വേണ്ടി ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതേ, നമ്മൾ കുറച്ച് മൂത്തതാണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആണ്. പിന്നെ ഇവന്റെ സംസാരം കൊള്ളിടാ. ചില സമയത്ത് പറയാതിരിക്കാൻ വയ്യ, രൂക്ഷമായിട്ട് വിമർശിക്കല്ലേ. അപ്പൊ മമ്മുവിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. അല്ല, നമ്മുടെ ഇവന്റെ കാര്യം തന്നെ പറയാം. അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു ഇത് അവിടെ ചെന്ന് സംസാരിച്ചിട്ട് വന്ന് നമ്മള് ലൈവ് അല്ല, സാധാരണ രീതിയിൽ അങ്ങനെ സംസാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് നീ എന്താണ് അത് കാണിച്ച് നമ്മൾ എയർ ചെയ്യുമ്പോഴേ നീ എന്താണ് അന്ന് കാണിച്ചതെന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ സംസാരിച്ച് തീർക്കുമല്ലോ. അപ്പോളജിയോ എന്തെങ്കിലും. നമ്മളിപ്പം ഒരു ടങ് സ്ലിപ്പൊക്കെ എല്ലാവർക്കും വരണ കാര്യം തന്നെ. അതൊക്കെ വരണ കാര്യം ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പാർഡനബിൾ ആണെങ്കിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അല്ലേ? അല്ല, അത് സത്യം. അത് ഈ മമ്മു അതിന് മാപ്പ് പറഞ്ഞതായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്താൽ മതി. തെറ്റായി പോയെന്നുള്ള അക്സെപ്റ്റ് ചെയ്യണ തന്നെ ഒരു വലിയ കാര്യം. ആ ഗ്യാങ്ങിൽ നിന്ന് പുറത്തോണേല് മാത്രമേ വിഷമമുള്ളൂ. അതൊരു സ്റ്റോറിയാണ്. ഇനി മമ്മു ഗ്യാങ്ങിൽ നിന്ന് പുറത്തു പോകും, എത്രയും മാസം കഴിഞ്ഞിട്ടല്ലേ കേട്ടുള്ളൂ. അത് കഴിയുമ്പോ മമ്മു ചിലപ്പം നല്ലൊരു വേറൊരു ക്യാരക്ടർ ആയിട്ട് വരും. എനിക്ക് തോന്നുന്നു ജിമ്മിലൊക്കെ പോയി ഒരു മേക്ക് ഓവറൊക്കെ നടത്തി ഒരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിട്ട് ചിലപ്പോ വരുമായിരിക്കും. ഇവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു 3 മാസം പോയി, 3 മാസം ജിമ്മിൽ പോയി പോണം. 6ാമത്തെ ദിവസം ചാനലില്ല. എല്ലാവരും ഞാൻ അങ്ങനെയൊക്കെ കാണുള്ളൂ. ഞാൻ കൊനസ്റ്റ് രീതിയിലേ ചിന്തിക്കുള്ളൂ. തൊപ്പി മമ്മു പോയതിന് പകരം ഒരാളിനെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതായിട്ട് അഭിനയിക്കും. അതെ, പക്ഷെ അവനെ പോലെയൊക്കെ ചെയ്യോ? അഭിനയിക്കുന്ന വെച്ചാൽ അവിടെ സിനിമയിൽ എടുക്കണില്ല, അവിടെ ഇതേപോലെ തോന്നിയ ദിവസം വിളിച്ചു പറയൂ. ഈ അവൻ ചെയ്യണ സാധനമേ അത് വേറൊക്കെ ചെയ്യാൻ പറ്റൂല. ഇമാതിരി സാധനങ്ങളൊക്കെ ചെയ്യും. മറ്റേ ഒരു വെള്ള ഒരു ചട്ടി എന്ന് പറയാൻ പോലും പറ്റാത്ത സാധനം. വാമനായിട്ട് നീ വാമനന് ഇത് മറ്റേ ബിക്കിനി ഇട്ടോ വാമനൻ പറഞ്ഞത് തന്നെ. അല്ല, ആ കോൺഫിഡൻസ് എനിക്കില്ലടാ. അതില്ല, അത് കിട്ടൂല. പിന്നെ നീ അവൻ പറ്റുമ്പോൾ മുടി കേട്ടോ? ഇല്ല, അതേപോലെ കുഴപ്പമില്ല. ഓ, അതൊരു അവനെ ഒരു സമ്മതിക്കണം. അതൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ആ ക്യാരക്ടറാണ്. അല്ല, എനിക്കൊന്ന് ഈ പ്രായത്തിന്റെ കൂടെ ആയിരിക്കും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. വേറെയും ഫ്രണ്ട്സും ഗ്യാങ് ഒക്കെ ഒരിതൊക്കെ വരുമ്പോഴത്തേക്കും റിയലൈസ് ചെയ്യും. അതൊരു കണ്ടന്റ്. ഞാൻ ലൈവ് സ്ട്രീമിൽ ഒരു കണ്ടന്റ് ഇങ്ങനെ ഒരു അത്ര ഇതൊന്നും നോക്കാത്ത ഒരു സാധാ ഒരു ക്യാരക്ടർ, അത് അത്രേ ഉള്ളൂ. അതിപ്പം അവൻ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ടന്റ് ഒന്നും ഇല്ല.
നന്നായി ഒരു സൈഡിലങ്ങ് നിൽക്കാൻ. അതെ, മിണ്ടാതിരുന്ന പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇനി കുറെ പേര് പറയുന്നുണ്ട് മറ്റേ എഡ്യൂക്കേഷൻ കൊടുക്കണം. എനിക്ക് തോന്നുന്നില്ല എഡ്യൂക്കേഷന്റെ അതിൽ ഇനി വലിയ ഇമ്പാക്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ പാടി അല്ല, പുള്ളിക്ക് 19-18-20 വയസ്സായില്ലേ. ഇപ്പം ഇതൊക്കെ ഒരു ബേസിക് കോമൺ സെൻസ് എന്നുള്ള സാധനമല്ലേ, അതിന് എഡ്യൂക്കേഷൻ ഒരു ഇതാണോ? ഇല്ല. എങ്കിലും നമുക്ക് ഇപ്പം കോളേജിൽ പഠിക്കുമ്പോഴേ പഠിത്തം മാത്രമല്ല, ഇപ്പൊ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് വരും. സോഷ്യൽ ഫ്രണ്ട്സ് വേറെ ബാക്ക്ഗ്രൗണ്ട്, എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരും കാണും. അപ്പം നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്താലും അവര് പറയും ഇത് എന്താണെന്ന് പറയൂലേ. അപ്പൊ 2 ദിവസമൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ആ ശരിയാണ്, ഇത് ശരിയല്ല എന്നുള്ളൊരു നമുക്ക് വരൂലേ. നമ്മളിപ്പോ മാസമായി കൊണ്ടുപോകുന്ന കുറെ കാര്യങ്ങൾ ഫ്രണ്ട്സ് അതും കൂടി ഇതുണ്ട് എഡ്യൂക്കേഷന്റെ ഇതില്, അങ്ങനെ ഒരു മോൾഡിങ് കൂടി വരും. എഡ്യൂക്കേഷന്റെ ഇതിലല്ല, സോഷ്യൽ സർക്കിൾ എന്ന് പറഞ്ഞൊരു സാധനം. അത് എഡ്യൂക്കേഷന് മാത്രമല്ല, അല്ലാതെ ഇപ്പൊ വർക്കിന്റെ ആയാലും എല്ലാത്തിലും വരും. അങ്ങനെ ഒരു സാധനം കൂടി കിട്ടണം, ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. അല്ല, ഇപ്പൊ കുറെ പറയുന്നുണ്ട് ഈ ഒരു സാധനം കാണിക്കുന്നത് ഈ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ പെർവേർട്സ് ഉണ്ട് ഇല്ലേ? അപ്പൊ അത് നമ്മൾ എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ആയി അങ്ങനെ ഒന്നും പറയാൻ. ഈവൻ ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലല്ല, അങ്ങനെ ഒരു സർക്കിൾ വേണമെന്ന് ഉണ്ടെങ്കിൽ തന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ആർക്കും കൊണ്ടുപോയി ചേർക്കാനൊന്നും പറ്റില്ലല്ലോ. അവർക്കും കൂടി തോന്നണ്ടേ അങ്ങനെ ഒരു സാധനം വേണോ അല്ലെങ്കിൽ ചേഞ്ച് വേണോ എന്നുള്ളത്. അല്ലാതെ ഇത് മറ്റേ സ്വന്തമായി തോന്നാം. ഇപ്പം മമ്മു എങ്ങനെയാണ് അത് എടുത്ത പോലെ ഇരിക്കും. ഇപ്പൊ മമ്മു ആ ഇന്റർവ്യൂവിൽ എടുത്തിട്ട് ഇത്രയും വ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് മമ്മു അത് വീണ്ടും ഇതൊരു കണ്ടന്റ് ആണെന്നാണ് ബ്രെയിനിൽ, അതൊരു റിവാർഡ് പോലെയാണ് എടുത്തെങ്കിൽ വീണ്ടും ഇതിനേക്കാൾ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ അതൊരു മോശമാണെന്ന് തോന്നുകയാണ്. അല്ലെങ്കിൽ ഇപ്പം തൊപ്പി തന്നെ പറയണേ കട ഇങ്ങനെയുള്ള സാധനങ്ങളും ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ നീ വലുതാകുമ്പോ ഇതൊക്കെ ഫ്യൂച്ചറിൽ അഫക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അല്ല. അവന്റെ ആ ലൈവ് സ്ട്രീമിൽ തന്നെ അവൻ പറയണുണ്ട്, ഈ തൊപ്പി പറയണുണ്ട്, ഇവൻ നേരത്തെ എപ്പോഴോ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, എടാ നിഹാദെ, നീ പോലീസ് കേസ് ഉണ്ടാക്കിയാലും നിനക്ക് ഫേമസ് ആയ അതേപോലെ ഞാൻ ഒരു പോലീസ് കേസ് ഉണ്ടാക്കട്ടാണ്. അപ്പൊ അങ്ങനെ കണ്ടന്റ് എന്നുള്ള എന്ത് സംഭവിച്ചാലും കണ്ടന്റ് എന്നുള്ളൊരു രീതിയിലാണ് പുള്ളിയും ചിന്തിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാർക്കറ്റിംഗ് ഇതാണ്, ഒരു അവയർനെസ് എന്ന് വെച്ചാൽ ഇപ്പം തൊപ്പിയെ പറ്റിയൊക്കെ പണ്ട് ഒരു വലിയൊരു പ്രശ്നം പോലീസ് വീട്ടിൽ പറഞ്ഞേക്ക, അതൊക്കെ ഭയങ്കര പബ്ലിസിറ്റിയാ. എല്ലാരും നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ വെറുതെ ഒരു സർക്കിളിൽ ഇരിക്കുമ്പോൾ തന്നെ നീ അത് കണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യും. വീണ്ടും തൊപ്പി എന്ന് പറയണ പേര് ലൈം ലൈറ്റിൽ തന്നെ നിൽക്കും. അപ്പോഴങ്ങനെയാണ് പുള്ളി കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. പുള്ളി ജെന്യൂൻ ആയിട്ട് ആരെങ്കിലും ഒരു മെന്റർഷിപ്പ് പോലെ ഇപ്പൊ തൊപ്പി ഇപ്പൊ നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ടല്ലേ നിൽക്കണം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിട്ടല്ലേ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കണം. അപ്പോഴും തൊപ്പി ഒന്ന് മെന്റർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവർക്കും കൂടി തോന്നണം അത്. അല്ലാതെ ഒരാള് പറഞ്ഞെന്നും തോന്നൂല ആർക്കും. സ്വയം വിചാരിക്കണം. പക്ഷെ തൊപ്പിക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് തൊപ്പിക്ക് മനസ്സിലാവണം. കാര്യം പുള്ളി ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചാലും അതൊരു കണ്ടന്റ് മാത്രമാണോ? ഇതൊരു സംഭവം ഒരു ഹൈപ്പ് കിട്ടിയ ഒരു ഹൈ പോയിന്റ് ഒരു സാധനം, ഒരു സ്റ്റോറി ലൈൻ കിട്ടിയെന്ന് പോലെ മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ടന്റിന് നല്ലതായിരിക്കും. പക്ഷെ ഇവന്റെ കാര്യത്തിൽ മമ്മു മാറണമെന്ന് ഇങ്ങനെ ആൾക്കാർ വിചാരിക്കൂലേ, മമ്മു മാറണം അല്ലെങ്കിൽ ഇത് മോശമാണെന്ന് വിചാരിക്കണം, അതില് കറക്റ്റ് ആവും തോന്നില്ല. മമ്മു മാറണം എന്ന് ആൾക്കാർ ചിന്തിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കൂല. കാര്യം ഈ പണ്ട് ഈ പോലീസിന്റെ സാധനമൊക്കെ ഈ അമേരിക്കയിലൊക്കെ അവർ ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴത്തേക്കും ഈ അവന്മാര് IP അഡ്രസ് കണ്ടുപിടിച്ചിട്ട്, ഈ വ്യൂവേഴ്സ് തന്നെ IP അഡ്രസ് കണ്ടുപിടിച്ചിട്ട് അവന്മാരെ അഡ്രസ്സ് ഈ ഇവർക്ക് അയച്ചു കൊടുക്കും, ഈ FBI അയച്ചു കൊടുക്കും. അപ്പൊ ഇവരൊന്ന് സ്വാറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ അവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ പോലീസുകാർ മറ്റേ മര്യാദയ്ക്ക് ചോദ്യമൊന്നുമില്ല, എടുത്തോണ്ട് പോവുക, അവിടെ കൊണ്ടിടുക, എന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ ഈ ആൾക്കാർക്ക് ഇതൊക്കെ ഹരമാണ്. ഇങ്ങനെ ഓവർ ദ ടോപ്പ് എന്തെങ്കിലും ചെയ്യുക, ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ സാധനമുണ്ട്. ഈ ആൾക്കാരും അത്ര മോശമല്ല, അപ്പൊ അവർക്കൊരു ഹരമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആൾക്കാർക്ക് ഈ മമ്മു മാറണം, മമ്മു ഇനി അടുത്ത മറ്റേ ആൾക്കാരെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ മമ്മു മാറിയില്ലെങ്കിൽ കിക്ക് ചെയ്യണം. പിന്നെ അടുത്ത എന്ത് സ്റ്റോറി ലൈൻ എന്നുള്ളതാണ് അവരുടെ, അതാണ് അവരുടെ ഇത്. അവര് എനിക്ക് തോന്നണം അത് തൊപ്പി കൊടുത്തോണ്ടിരിക്കുന്നു, ഈ സ്റ്റോറി ലൈൻ കീപ്പപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പം ആ ഒരു ലൈവ് സ്ട്രീം ഇപ്പം റിയൽ ആണ്, എനിക്കും തോന്നുന്നില്ല അത് റിയൽ ആണ് എന്നുള്ള സംഭവം എനിക്കും തോന്നുന്നില്ല. പക്ഷെ ദർ ഈസ് എ ഡിമാൻഡ്, അവിടെ അത് കൊണ്ടുപോയി കൊടുത്തു, അതാണ് സംഭവം.
ഒരു കണ്ടന്റിന് ആൾക്കാർക്കും ഇതാണ് ഇഷ്ടം. ആൾക്കാർക്ക് ആൾക്കാർക്ക് മറ്റേ ഇപ്പം ഇതിനെ കുറിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ തന്നെ സംസാരിച്ച് തീർക്കുക എന്നുള്ളതിനേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടം അത് കാണുക, അത് അറിയുക, അത് അതിനെ കുറിച്ച് ഒരു പ്രശ്നം അതാണ് കോൺട്രവേഴ്ഷ്യൽ. ഇപ്പം ഈ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഈ ഉടക്കൊക്കെ കോൺട്രവേഴ്ഷ്യലാണ്. അതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും എന്ന് വെച്ചാൽ കോൺട്രവേഴ്ഷ്യൽ. ആൾക്കാർ യൂട്യൂബേഴ്സ് തമ്മിലുള്ള അടികൾ ഭയങ്കരമായിട്ട് ഇതാക്കുമല്ലോ. അത് 1 മില്യൺ 1 മില്യൺ 1 മില്യൺ അല്ല, അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഈ ഫോർച്യൂണറിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ കുറെ അടികൾ? അതെ, അതിലാണ് 1 മില്യൺ. ഫോർച്യൂണർ ജോയിൻ ആയപ്പോഴേ. അല്ല, അതിന് മുന്നേ വേറൊരു സാധനം ഉണ്ടായിരുന്നു, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ പൊന്നൂസ്. അതിന്റെ സംഭവം തന്നെ കുറെ അടി അങ്ങോട്ട് നടക്കുന്നു, അവര് വേറെ ചാനൽ തുടങ്ങുന്നു, ഇതാക്കുന്നു, വീണ്ടും ഒന്നിക്കുന്നു. ആ ചാനലിന് അതൊരു പുഷാണ് അങ്ങനെ നടക്കുന്നു. പിന്നെ അവിടെ തന്നെ വീണ്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ്. അങ്ങനെ കുറെ അതാണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. ആൾക്കാർക്ക് ഇത് ഒരു എന്റർടൈൻമെന്റ് സ്റ്റോറി എപ്പോഴും ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വേറെ ഇതൊന്നും നോക്കില്ല. ഇപ്പൊ നമ്മുടെ ഒരു മനസ്സമാധാനത്തിനോ നമ്മുടെ ഒരു ഇതിനോ വേണമെങ്കിൽ നമുക്കിത് പബ്ലിക് ആക്കാതെയോ അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ നമുക്ക് അധികം അങ്ങനെ നോയ്സ് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലാണ് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി, നമ്മുടെ ഒരു പേഴ്സണൽ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം മറ്റേ അവർക്ക് ചിലപ്പോൾ കുഴപ്പമില്ല, കൂടുതൽ പോപ്പുലാരിറ്റി, വ്യൂസ്. അപ്പം അല്ല, അവർക്ക് ഇപ്പൊ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂല് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അവർ ബ്രില്യന്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ എക്സിക്യൂട്ടീവ്. പിന്നെ അവര് ഇത്രയും പൈസ റവന്യൂ ജനറേറ്റ് ചെയ്ത് ഇത്രയും യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ റീച്ച് കിട്ടാനും ഭയങ്കര ഒരു ഡ്രീമാണ്. ഒരു ഹെഡ് സ്റ്റാർട്ട് ഇങ്ങനെ ഒരു സാധനമൊക്കെ കിട്ടണത് നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം. അവർക്ക് ഓക്കെയാണ്. അവര് വിചാരിക്കണം മാസ്റ്റർ ബ്രെയിൻ എന്നേ വിചാരിക്കും. ഇതിൽ പെട്ടുപോയത് ഞാൻ പറയാം, രണ്ടുപേര്, മമ്മു മറ്റേ ആങ്കർ. ഏറ്റവും കൂടുതൽ പെട്ടുപോയത് ആങ്കർ. ഏറ്റവും കൂടുതൽ പെട്ടുപോയത് ആങ്കർ. അത് മമ്മൂനൊരു സപ്പോർട്ടെങ്കിലും കാണും. ഒരു ഗാങ്ങിൽ നിന്ന് സപ്പോർട്ട് കാണും. സപ്പോർട്ട് ഇതൊക്കെ കാണും. പക്ഷെ എന്തായാലും ഇനി ചിലപ്പം പുറത്തുനിന്ന് കാണുമ്പോഴേ, ഇപ്പം മമ്മു നാട്ടിൽ പോകുമ്പോ നാട്ടില് സ്ത്രീകൾക്കൊക്കെ ഒരു ഭീകരാന്തരീക്ഷം ആയിരിക്കുമല്ലോ. പക്ഷെ അത് ബോധവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബോധേഡാവുമല്ലോ ഇനി എന്തായാലും കുറച്ച് കളയുമ്പോഴത്തേക്ക്. ബിയർ ബൈസെപ്സേ അത് ഭയങ്കര ഒരു സാധനം. ഒരു നിമിഷത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പം അതുപോലെ പുള്ളിക്കും ആവാൻ ചില സാധ്യത ഉണ്ട്. ഇപ്പൊ എന്തൊക്കെ സപ്പോർട്ട് കിട്ടിയാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മമ്മു എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇങ്ങനെയാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പൊ അതില് എനിക്ക് തോന്നി മമ്മൂനും പ്രശ്നമാണ്, മറ്റേ പുള്ളിക്കാരിക്കാണെങ്കിൽ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണ് മറ്റേ ആങ്കർ. ജോലി ജോലി കളയുക അല്ലെങ്കിൽ മറ്റേ വെറൈറ്റി മീഡിയ അങ്ങനത്തെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എടുത്താലും മതി. പക്ഷെ ജോലി കളയുന്നതിനെക്കാട്ടിയും അവർക്കൊരു ഭയങ്കര നെഗറ്റീവ്. അവരൊരു സ്ത്രീയും കൂടെയാണ്. അപ്പൊ ആ ഒരു സ്ത്രീ തന്നെ മറ്റേ ഈ വുമൺ എക്സ്പ്ലോയിറ്റേഷൻ ആ ഒരു സാധനത്തിന് ഇങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ച് പറയുമ്പോ അത് അവർക്ക് നല്ലവണ്ണം അവര് അത് റിയലൈസ് ചെയ്ത് നല്ല രീതിയിൽ മാനസികമായിട്ട് പ്രയാസം വരും. വെറൈറ്റി മീഡിയ രക്ഷപ്പെടും. ചാനലിന്റെ ഒരു ഇതിൽ കോപ്പറേറ്റ് ഇതിൽ നല്ല വ്യൂസും കാര്യങ്ങളും, ഒരു വെറൈറ്റി മീഡിയ എന്നുള്ള ഒരു പേര് നല്ല രീതിയിൽ ഇതായി കൊള്ളാന്ന് അങ്ങനെയായിരിക്കും ചാനലുകാർ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തില് ഇത് അഫക്ട് ചെയ്യാൻ പോണ ഈ ആങ്കറിനാണ് കൂടുതൽ അല്ലേ? ഇപ്പൊ ഒരു ആങ്കർ ഇപ്പം കളിയാക്കപ്പെടും. ഇപ്പൊ എന്തെങ്കിലും നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന ഈ മമ്മൂന്റെ അങ്ങനെയൊക്കെ ചിലപ്പം സെലിബ്രിറ്റികളോ അങ്ങനെയൊക്കെ താറ്റ അല്ലേ? അതിനൊക്കെ ഓവർകം ചെയ്യണം, കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഇടണം. അതാണ്. പിന്നെ ഇത് പറ്റും, തെറ്റുകളൊക്കെ പറ്റും. അത് പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞു. അത് അത്രേ ഉള്ളൂ. ഒരു ടങ് സ്ലിപ്പ് ഒക്കെ എല്ലാവർക്കും പറ്റണ കാര്യം തന്നെ. അത് ജസ്റ്റ് മാപ്പ് പറഞ്ഞാൽ മതി. പക്ഷെ മമ്മു മാപ്പ് പറഞ്ഞില്ലല്ലേ? മമ്മു ഇങ്ങനെ മറ്റേ ഇതായിട്ട് പറഞ്ഞില്ല, ഒരു പോകുന്നതിന്റെ വിഷമം എന്നുള്ള രീതിക്കൊക്കെയാണ് കാണിച്ചത്. കരച്ചിലൊക്കെ ആയിരുന്നു. ഇത് ചെയ്തു പോയി എന്നുള്ളതിന്റെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നമുക്ക് തൊപ്പിയെ ഇന്റർവ്യൂവിന് അല്ലെ നമുക്കൊരു പോഡ്കാസ്റ്റിന് വിളിക്കാം. തൊപ്പി വന്ന് നമ്മളോട് സംസാരിക്കട്ടെ. അതെ, അല്ലെങ്കിൽ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പോയി പറയാ
സ്കൂൾ ബോയ്സ് നിങ്ങളെ തിരക്കി എന്ന് പറയും. എന്താ അവരത് കണ്ടിട്ട് കെട്ടിയിട്ട് എന്താ തൊപ്പി ഇത്? വാട്ട് ഹാപ്പൻ ടു യു ബ്രോ? അപ്പൊ അതൊക്കെയാണ് സംഭവം. എനിക്ക് തോന്നുന്നു മമ്മു ഇപ്പം ഫ്യൂച്ചറിൽ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഇത് അല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട്, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് റിയലൈസ് ചെയ്ത് പഠിക്കുക. ബാക്കി പഠിക്കുക, അല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞ പോലെ കണ്ടന്റ് ആയിട്ട് അങ്ങ് പോകും. സ്റ്റോറി ലൈനിൽ അനുസരിച്ച് അങ്ങ് പോകും. മാപ്പ് പറയണ സ്റ്റോറി ലൈൻ ചെയ്യണമെങ്കിൽ നല്ല എന്റർടൈനിങ് ആയിട്ട് ചെയ്യാം. അതേ ഞാൻ പറയണുള്ളൂ. സ്റ്റോറി ലൈൻ കീപ്പ് ചെയ്തു. ഈ സ്ക്രിപ്റ്റഡ് ഒന്നും അത്ര ഭയങ്കര മോശം കാര്യമൊന്നുമല്ല അല്ലേ? അത് ഇത് പുറത്തുള്ളവരും ചെയ്യണ കാര്യം തന്നെയാണ്. ആ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് ചെയ്യുക. പിന്നെ ഇനി കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പുള്ളി എന്താണ് ചെയ്യാൻ പോണത്, ബ്രേക്ക് എടുക്കുമോ, ബ്രേക്കിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും, അതൊക്കെ നമുക്ക് അറിയാൻ രസമാണ്. എങ്ങനെയായിരിക്കും. പക്ഷെ ഇത്രയും നാളുണ്ടായിരുന്ന മമ്മുവിന്റെ ജോക്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് വലിയ രസമില്ലായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു കോമഡി അത്ര രസമില്ല. പക്ഷെ തൊപ്പിയുടെ ഒരു രസം ഉണ്ടായിരുന്നു. ഇവന്റെ ആ ഒരു രസം കിട്ടണം. നമുക്കൊരു ഒരു ചെറിയൊരു അനോയൻസ് പോലെ തോന്നും. ഞാൻ അങ്ങനെ കൂടുതൽ കണ്ടില്ല. തൊപ്പിയുടെ ചിലപ്പോൾ റീൽസ് ഒക്കെ വരുമ്പോ കാണാറുണ്ട്. ചിലതൊക്കെ കോമഡിയാണ്, നമ്മൾ ചിരിച്ചു പോകും. പക്ഷെ ഇവന്റെ കുറച്ച് അനോയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇൻഹിബിഷൻ ഇല്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു അത്ഭുതം ഉണ്ടല്ലോ. അതെ പുള്ളി മറ്റേ അതില് ആ ഇന്റർവ്യൂവിൽ തന്നെ ഫ്ലഷ് അടിക്കൂല എന്നൊക്കെ ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞു. അത് എങ്ങനെ പറ്റി? ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണോ? പ്രായത്തിൻ്റെതായിരിക്കാം, എന്തോ അറിയാമേ. അതായത് നിങ്ങൾക്ക് കാണുന്നവർക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് കമന്റ് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക. അയ്യോ പന്നിയെങ്കാട്ട് പരിപാടി നിർത്താറായി. കാര്യം നമ്മുടെ പയ്യൻ എന്തോ അഭിപ്രായം പറയാനുണ്ട്, പറഞ്ഞോ. അതെ, വളരെ ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാം, നമ്മൾ വായിക്കുന്നതാണ്. എന്റെ ഗോട്ട്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്ക് ബൈ.